മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്കും കഴിഞ്ഞ കുറച്ച് നാളായിട്ടുണ്ടായിരുന്ന വ്യാഴത്തിൻ്റെ 4ലെ സ്ഥിതി കണ്ടകവ്യാഴനാണെങ്കിലും സാമ്പത്തിക നേട്ടം നൽകും. എന്നാൽ തൊടുന്ന കാര്യങ്ങളിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തിയോ തടസ്സമോ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന മാനസിക വിഷമങ്ങളൊക്കെ മാറുന്നു ഈ ആഴ്ചയിൽ. രാഹുവിൻ്റെ 3ലെ നിലയും എന്നാൽ 9ൽ പോയി നിൽക്കുന്ന കേതുവിൻ്റെ നിലയും ഇവർക്ക് അത്ര നല്ലതല്ല. അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കുക. 9ലെ കേതുവിൻ്റെ നില സ്വാഭാവികമായിട്ടും പിതാവിന് ദോഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പുത്രന്മാർക്കോ പുത്രയുടെ പുത്രന്മാർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള പൗത്രികൾക്കോ പൗത്രന്മാർക്കോ ഒക്കെ ദോഷമുണ്ടാകാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ശാരീരികമായ അവശതയാണ് അതിൽ കാണുന്നത്. പഠന സംബന്ധമായ കാര്യങ്ങളിലും ചിലപ്പോൾ ചില മുടക്കങ്ങൾ വരാം. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഉന്നത ബിരുദങ്ങൾക്കോ ഉന്നത പഠനങ്ങൾക്കോ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഈ ആഴ്ച ഉണ്ടായേക്കാം. പക്ഷേ പിന്നീട് വരുന്ന ആഴ്ചകളിൽ ഇതൊക്കെ മാറിക്കിട്ടുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം പിതാവിനുണ്ടാകുന്ന ശാരീരികമായ അലർജി അസുഖങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥിതി അടുത്ത വർഷം പകുതിക്ക് ശേഷം, അതായത് അടുത്ത വർഷം ഏപ്രിലോടുകൂടി മാത്രമേ ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹമായി മാറുകയുള്ളൂ. അതുവരെയും ഇവർ ശ്രദ്ധിക്കേണ്ടത് ശുക്രൻ്റെ 10ാം ഭാവത്തിലെ നിലയും അതുപോലെ തന്നെ 11ൽ നിൽക്കുന്ന ചൊവ്വയും ഇവർക്ക് സാമ്പത്തികമായ ഗുണം നൽകുമെന്നതാണ്. പ്രവർത്തനങ്ങളിൽ കൂടുതൽ നന്നായി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളെക്കുറിച്ച് പ്രവർത്തന മേഖലയിലെ അവരുടെ കഴിവിനെക്കുറിച്ചും ആളുകൾക്ക് മതിപ്പുണ്ടാകുന്നു, സഹപ്രവർത്തകർക്ക് മതിപ്പുണ്ടാകുന്നു, കൂടുതൽ നല്ല മേഖലകളിലേക്ക് ഉയരാൻ സാധിക്കുന്നു. അതുകൊണ്ട് സാമ്പത്തികമായ നേട്ടവും ഉണ്ടാകുന്നു. യാത്രാഗുണം കാണുന്നു. വസ്ത്രമോ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള മറ്റ് ഇലക്ട്രോണിക്സ് വസ്തുക്കളോ ഒക്കെ സമ്മാനമായി ഈ ആഴ്ച ലഭിക്കാനും സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 17, 20, 21 നല്ല ദിവസങ്ങളാണ്.